സാർ നമസ്കാരം. ഇപ്പോ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് സ്വകാര്യ വ്യക്തികളുടെ നിലങ്ങളിൽ ചെയ്യുന്ന ആ പദ്ധതി അതൊരു തൊഴിൽ ദിനമായിട്ട് കണക്കുകൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ ഇപ്പോൾ കേരളത്തിലും പടർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക ഇപ്പോൾ വാർത്തകളിലൂടെ വരുന്നുണ്ട്. എന്നാൽ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. തൊഴിലുറപ്പ് പദ്ധതി വടക്കേ ഇന്ത്യയിൽ ഈ തരിശ് ഭൂമികളെ കൃഷിയോഗ്യമാക്കാൻ വേണ്ടിയുള്ള പദ്ധതി എന്ന നിലയിലാണ് മുഖ്യമായും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഈ തരിശ് ഭൂമികൾ വളരെ കുറവും കൃഷിഭൂമി വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് ഇവിടെ കാർഷിക ഭൂമികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജോലികൾ നിർത്തിവെക്കേണ്ടി വരുമോ, തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുമോ? ഇതാണ് രണ്ട് ആശങ്കകളായി വാർത്തകളായി വന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ വസ്തുതകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും, ഈ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ ഒരു ആശങ്കയെ വേണ്ട. കാരണം തൊഴിലുറപ്പ് പദ്ധതിയിലെ ഷെഡ്യൂൾ 5 പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭൂമി, ഭൂരഹിത കർഷകരുടെ ഭൂമി, ചെറുകിട കർഷകരുടെ ഭൂമി, നാമമാത്ര കർഷകരുടെ ഭൂമി, ഇങ്ങനെയുള്ള കർഷകരുടെ എല്ലാം ഭൂമിയിൽ കിണർ കുഴിക്കാനും ജലസേചനം നടത്താനും കൃഷിഭൂമിയുടെ വികസനത്തിന് വേണ്ടിയും കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയും ഏത് തരത്തിലുള്ള ജോലികളും ചെയ്യാം എന്ന് ഷെഡ്യൂൾ 5 തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരേന്ത്യയിലുള്ള ഈ ഒരു പ്രശ്നം കേരളത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് എന്താണ് വേണ്ടത് എന്ന് പറയാം. ഗ്രാമസഭയുടെ അംഗീകാരം വാങ്ങിക്കുക. അതായത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പണിയെടുക്കുന്നതിന് ഗ്രാമസഭയുടെ അംഗീകാരം വാങ്ങിക്കുക. എന്നിട്ടോ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഇത് പെടുത്തുക. ഗ്രാമത്തിന്റെ ആസൂത്രണ പദ്ധതിയിലും ഇത് പെടുത്തുക. അപ്പോൾ ഗ്രാമസഭയുടെ അംഗീകാരത്തോടെ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിലും ഗ്രാമപഞ്ചായത്തിന്റെ ആസൂത്രണത്തിലും പ്ലാനിങ്ങിലും തൊഴിലുറപ്പ് പദ്ധതിയെ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തിയ വിവരം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചാൽ തീർച്ചയായിട്ടും SC, ST കൂടാതെ ഭൂരഹിത കർഷകർ, അതായത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർ, ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ എന്ന് പറഞ്ഞാൽ 5 ഏക്കർ വരെ ഭൂമിയുള്ള കർഷകർക്കെല്ലാം തന്നെ, അതുപോലെ പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ അതിന് ഭൂപരിധിയൊന്നുമില്ല. 5 ഏക്കറോ 25 ഏക്കറോ എത്ര വേണമെങ്കിലും ആകാം. ഭൂരഹിത കർഷകർ, പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർ എത്ര ഏക്കർ വേണമെങ്കിലും ആകാം. അവർക്കൊന്നും ഇത് ബാധകമല്ല. അപ്പോൾ ഈ ഒരു ആശങ്കയ്ക്ക് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ല. ഷെഡ്യൂൾ 5 പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സ്വകാര്യ കർഷകരുടെ ഭൂമിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജോലികൾ ഒന്നും തന്നെ നഷ്ടപ്പെടാൻ പോകുന്നില്ല, പണി നിർത്തിവെക്കേണ്ടി വരുന്നില്ല, തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇതാണ് അതിന്റെ വാസ്തവം. ഇത്തരത്തിലുള്ള ആശങ്കകൾ പരത്തുന്ന വാർത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ അനുഭവമല്ലല്ലോ. പല വാർത്തകളും ഇത്തരത്തിൽ തന്നെയല്ലേ പടച്ചു വിടുന്നത്? തീർച്ചയായിട്ടും ഇതിന്റെ പിന്നില് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മലബാർ പ്രദേശത്ത് പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ധാരാളം കർഷകർ എന്നെ വിളിക്കുകയുണ്ടായി. അവര് പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി നിർത്താൻ പോവുകയാണെന്ന് ഞങ്ങളുടെയൊക്കെ പഞ്ചായത്ത് മെമ്പർ ഞങ്ങളോട് പറഞ്ഞല്ലോ. ആ പഞ്ചായത്ത് മെമ്പറാണ് പറയുന്നതെന്ന് ഓർക്കണം. തൊഴിലുറപ്പ് പദ്ധതി നിർത്താൻ പോവുകയാണ്. ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാവുകയാണ്. അതായത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് BJPക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഉണർത്തിയെടുക്കാൻ വേണ്ടി നടത്തുന്ന നുണപ്രചരണങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ മുതൽ പത്രമാധ്യമങ്ങൾ വരെ ഏറ്റെടുത്തിരിക്കുന്നത്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം അസത്യങ്ങളെ വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും നടത്തി ആശങ്ക ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ സംസ്ഥാന സർക്കാർ ഓരോ പഞ്ചായത്തിലും ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അതാത് പഞ്ചായത്തുകളിൽ ഏതൊക്കെ തലത്തിലുള്ള പണികളാണ് വേണ്ടത് പഞ്ചായത്ത് തലത്തിൽ തന്നെ അത് ഗ്രാമസഭ പാസാക്കി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ട് കൊടുത്താൽ ഓരോ പഞ്ചായത്തിലും ആവശ്യമായ തോതിലുള്ള പണികൾ നടത്താൻ സാധിക്കും. ഇതാണ് അതിന്റെ വസ്തുത. ഇപ്പൊ പല കർഷകരും ചോദിക്കാറുണ്ട്, പശുവിനെ വളർത്തുന്നത് ഇതിന് ഉൾപ്പെടുത്തിക്കൂടെ? ഇപ്പൊ ഞാനൊക്കെയുള്ള കോട്ടയം ജില്ലയില് പണ്ട് ഞങ്ങൾ ചോദിച്ചിരുന്നു, റബ്ബർ തോട്ടത്തിലെ ജോലികൾ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൂടെ? ഇപ്പൊ റബ്ബർ തോട്ടത്തിലെ ജോലികളെല്ലാം തൊഴിലുറപ്പിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു.
എന്റെ റബ്ബർ തോട്ടത്തിൽ തൊഴിലുറപ്പുകാരാണ് പണിയുന്നത്. അപ്പോൾ കേരളത്തിന് എന്തു വേണം? കേരളത്തിന്റെ സാഹചര്യത്തിൽ ഓരോ പഞ്ചായത്തിലും എന്തു വേണം? അത് ആ പഞ്ചായത്ത് ഗ്രാമസഭ പാസാക്കി, ആ പഞ്ചായത്തിലെ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി, ആ പഞ്ചായത്തിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമാക്കി അംഗീകരിച്ച് അത് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചാൽ അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണെങ്കിൽ ഒരു തൊഴിൽ ദിനം പോലും നഷ്ടപ്പെടുകയില്ല, ഒരു കൃഷിയിടം പോലും വെറുതെ കിടക്കില്ല എന്ന് മാത്രമല്ല, കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കിട്ടുകയും ചെയ്യും. ഇത് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനോട് സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. അതല്ലാതെ ഇത്തരം നുണപ്രചരണങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ യുദ്ധം നടത്തുകയാണെങ്കിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കായിരിക്കും. എന്നാൽ ഈ തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽ പെടുന്നവരെ പല പല പദ്ധതികളിൽ ഉൾപ്പെടുത്തി അവരോട് പിരിവ് നടത്താനാണ് കേരളം ഭരിക്കുന്ന സർക്കാർ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്ഷേമനിധി ഉണ്ടാക്കുന്നു, അവരിൽ നിന്ന് 50 രൂപ വെച്ച് പിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എരന്ന് തിന്നുന്നവനെ തുരന്നു തിന്നുക എന്ന് പറയും, പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയും. അത്തരത്തിലുള്ള പണിയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത്. അങ്ങനെ ആശങ്ക ജനിപ്പിക്കുന്നതിന് പകരം പ്രതീക്ഷാ നിർഭരമായ രീതിയിലുള്ള നിരവധി അവസരങ്ങളെ ജനങ്ങളിലേക്കും കർഷകരിലേക്കും എത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. കേരളത്തിലെ ഭരണ നേതൃത്വം മാറി മാറി വരുന്ന ഭരണ നേതൃത്വമായാലും ഇപ്പൊ 10 വർഷമായിട്ട് ഇവർ തന്നെയാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും ചെയ്യുന്നത് പലപ്പോഴും ഈ കേന്ദ്ര പദ്ധതികളെ ഏതെങ്കിലും രീതിയിലൊക്കെ തുരങ്കം വെച്ചുകൊണ്ട് സാർ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ BJP-യുമായിട്ട് ഒരു എതിർപ്പുണ്ടാക്കുക എന്നുള്ളത് മുന്നിൽ കണ്ടിട്ടുള്ള പ്രവർത്തികളാണ്. മുദ്രാ യോജന വന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള രീതികൾ തന്നെയാണ് പിന്തുടർന്നിട്ടുള്ളത്. നമ്മുടെ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ലോ. ചില ഫാക്ട്സ് എന്താണോ ആ ഫാക്ട്സ് അങ്ങനെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ ഈ പറയുന്ന മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്. നേരെ തിരിച്ച് UPA ഭരണകാലത്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു സമീപനം കൂടി മാറേണ്ടതല്ലേ? അത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം കേന്ദ്രത്തിൽ ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ പദ്ധതികളുണ്ട്, ജനങ്ങൾക്ക് നിരവധിയായ ആവശ്യങ്ങളുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കേരളത്തിലേക്ക് എത്തിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലും. പക്ഷെ ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാർ കേന്ദ്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് വളരെ വ്യക്തമായി പല മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറയുന്നത് കേന്ദ്ര പദ്ധതികളൊന്നും കേരളത്തിൽ അനുവദിക്കുകയില്ല. 70 വയസ്സ് കഴിഞ്ഞവരുടെ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ഞങ്ങൾ അനുവദിക്കുകയില്ല. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളുണ്ട്, ഒരു പദ്ധതി പോലും ഞങ്ങൾ കേരളത്തിൽ അനുവദിക്കുകയില്ല എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലും കേരളത്തിന് കേന്ദ്ര പദ്ധതികൾ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പിരിച്ചു കൊടുക്കുന്ന നികുതിയുടെ നേർപകുതി കേന്ദ്രത്തിലേക്കും നേർപകുതി സംസ്ഥാനത്തേക്കുമാണ് പോകുന്നത്. GSTയുടെ കണക്ക് നോക്കിയാൽ അത് വ്യക്തമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കേരളത്തിന് വേണ്ട എന്ന് പറയുകയും കേരളത്തെ പട്ടിണിക്കിടുകയും ചെയ്തിട്ട് ആ പട്ടിണിയുടെ നടുവിൽ വിരോധ രാഷ്ട്രീയം കളിച്ച് അധികാരത്തിലെത്താനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അതിന് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പല വഴികളിലൂടെ കൈപ്പറ്റുന്ന മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. ഏതായാലും കേന്ദ്രത്തോട് യുദ്ധം ചെയ്താൽ കേരളത്തിന് നഷ്ടം, മലയാളികൾക്ക് നഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.